മാഞ്ചസ്റ്റർ സിറ്റിക്കും പെപ് ഗാർഡിയോളക്കും 8ന്റെ പണി കൊടുത്ത റിയൽ മാഡ്രിഡിന്റെ കഥ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ചാമ്പ്യൻസ് ലീഗിൽ പെപ്പിന് ഏറ്റവും കൂടുതൽ പണി കൊടുത്തിട്ടുള്ള ടീം ഏതാണെന്ന് ചോദിച്ചാൽ അത് റയലാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. അതായത് 2021-22 സീസൺ മുതൽ ഇപ്പൊ ലാസ്റ്റ് 2025-26 സീസൺ വരെ എല്ലാ സീസണിലും പെപ്പിന്റെ സിറ്റിയെ നോക്കൌട്ട് പുറത്താക്കിയിട്ടുള്ളത് സെയിം റിയൽ മാഡ്രിഡ് ആണ്. അതായത് ഇവര് തമ്മിൽ അവസാനമായിട്ട് 5 തവണ ഒരു നോക്കൌട്ട് ഘട്ടത്തിൽ കളി വന്നപ്പോൾ ഇതിൽ 4 വട്ടവും റിയൽ മാഡ്രിഡ് ആണ് ജയിച്ചു കയറിയത്. ഇത് ഒരു വട്ടം മാത്രമാണ് സിറ്റി വിജയിച്ചു പോയത്. ആ ഒരു വർഷത്തിൽ 2023 സിറ്റി ചാമ്പ്യന്മാരാവുകയും ചെയ്തു. നമ്മൾ നോക്കി കഴിഞ്ഞാൽ 2021-22 സീസണിൽ ഒരു 2022 സെമി ഫൈനലിൽ ആരും സിറ്റി റയലും ഏറ്റുമുട്ടി. അന്ന് ലാസ്റ്റ് ആ ഒരു ഐക്കോണിക് ആയിട്ടുള്ള റമോണ്ടാഡ റോഡ്രിഗോയുടെ ഒരു 2 ഗോൾ ലാസ്റ്റ് മിനിറ്റ് അടിക്കുന്നു, ആ ഒരു ഈക്വലൈസർ കണ്ടെത്തുന്നു. ആ ഒരു മാച്ച് നടന്നത് 2022 അന്ന് പെപ്പിന്റെ സിറ്റിക്ക് സെമി ഫൈനലിലാണ് റിയൽ മാഡ്രിഡ് പണി കൊടുത്തത്. അത് കഴിഞ്ഞ് 2023 ഇവര് തമ്മിൽ ഏറ്റുമുട്ടി സെമി ഫൈനലിലായിരുന്നു. പക്ഷെ അന്ന് പെപ്പ് പകരം വീട്ടി ഇത്തിഹാദിൽ വെച്ച് 4-0 ആ ഒരു റിയൽ മാഡ്രിഡിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സിറ്റി അന്ന് ഫൈനലിൽ എത്തുകയും പിന്നെ ഇന്റർ മിലാനെ തോൽപ്പിച്ച് അവർ കിരീടം നേടുകയും ചെയ്തു. പിന്നെ 2024 ക്വാർട്ടർ ഫൈനലിലാണ് റിയലും മാഞ്ചസ്റ്റർ സിറ്റിയും ഏറ്റുമുട്ടിയത്. അന്ന് ആദ്യ കളി ആദ്യ ലെഗിൽ 3-3 എന്നുള്ള സ്കോർ ആയിരുന്നു. രണ്ടാം ലെഗിൽ 1-1 എന്നുള്ള സ്കോറിന് അത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൽ റിയൽ മാഡ്രിഡ് വിജയിച്ച് കയറി. ആ ഒരു വർഷം റയലാണ് പിന്നെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയത്. പിന്നെ കഴിഞ്ഞ സീസണിൽ 2025 അന്നും പ്ലേ ഓഫ് ഘട്ടത്തിലാണ് ഇവര് തമ്മിൽ ഏറ്റുമുട്ടിയത്. ആ ഒരു മത്സരത്തിൽ ഒന്നാം പാദത്തിൽ 3-2 ഇത്തിഹാദിൽ വെച്ചും രണ്ടാം പാദത്തിൽ 3-1 ബെർണാബോയിൽ വെച്ചും 2 ലെഗിലും മാഞ്ചസ്റ്റർ സിറ്റിയെ റിയൽ മാഡ്രിഡ് പരിപ്പളക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സീസണിൽ വീണ്ടും അതിന്റെ റൗണ്ട് ഓഫ് 16 റയലും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും ഏറ്റുമുട്ടി. ആ ഒരു മത്സരത്തിൽ ആദ്യ പാദത്തിൽ 3-0 ബെർണാബോയിൽ വെച്ചിട്ടും അതുപോലെ തന്നെ രണ്ടാം പാദത്തിൽ 2-1 നമ്മുടെ ഇത്തിഹാദിൽ വെച്ചിട്ടും പെപ്പിന് പണിയെടുത്തു. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 5 പ്രാവശ്യത്തിൽ 4 പ്രാവശ്യം പെപ്പിന് പണി കൊണ്ടിരിക്കുന്നത് ഈ സെയിം ടീമിൽ നിന്നാണ്. ഇവന്തോ അതിന്റെ പ്ലേയേഴ്സ് മാറിയിട്ടുണ്ട്, കോച്ചസ് മാറിയിട്ടുണ്ട്, പക്ഷെ പെപ്പിന് കൃത്യമായിട്ട് പണി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ബാക്കി അവസ്ഥ. പെപ്പിനും സിറ്റിക്കും റയൽ മാഡ്രിഡ് സത്യം പറഞ്ഞ ഒരു തലവേദന തന്നെയാണ്. കാരണം റയൽ മാഡ്രിഡിനായിട്ട് ഇവർക്ക് വിജയിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഫാക്ട്. ഏതൊക്കെ പ്ലേയേഴ്സ് ഉണ്ടെങ്കിലും റയൽ മാഡ്രിഡിന്റെ ഓറ അത് ഡിഫറെന്റ് ആണ്. എന്താണ് നിങ്ങൾക്ക് ഇതേ പറ്റി തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫുട്ബോൾ കാര്യങ്ങൾ ഇഷ്ടമെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.